ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ അക്വാപോണിക് സിസ്റ്റമാണ്. അതായത് 1000 ലിറ്റർ ടാങ്കിന് ആർക്കും, വളരെ സ്ഥലം കുറഞ്ഞ ആൾക്കാർക്കും നമുക്ക് വിഷമില്ലാത്ത മീനും പച്ചക്കറി വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മുടെ അക്വാപോണിക്സ് ഉള്ളത് തക്കാളിയും പടവലവുമാണ്. അത് ആദ്യത്തെ സീസണിലെ കഴിഞ്ഞു. പിന്നെ ചെറുതക്കാളി, മുളകൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ സീസണിലെ കഴിഞ്ഞു. നെക്സ്റ്റ് ഞങ്ങൾ അടുത്തത് ഇടാൻ പോവാണ്. കഴിഞ്ഞ സീസണിൽ നമുക്ക് ഏകദേശം ഒരു 25 കിലോയോളം മീൻ ഇതിൻ്റെ അകത്തുനിന്ന് പിടിക്കാൻ സാധിച്ചു. ഇപ്പം നമുക്ക് അതിൻ്റെ അകത്തുള്ള മീനെന്ന് പറയുന്നത് ഗൗരാമി, വാള, സിലോപ്പിയ തുടങ്ങിയ മീനുകളാണ് ഇപ്പോൾ അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഞങ്ങളുടെ അക്വാപോണിക്സിൻ്റെ കാഴ്ചയിലേക്ക് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ ഓക്കെ. ഇപ്പം നമുക്ക് പടവലം ആണ് കൂടുതലായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. വിളഞ്ഞു വരുന്നുണ്ട്. ആ പടവലം ഇന്നത്തെ തോരനുള്ള സംവിധാനം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഒരു പടവലം ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ തക്കാളിയും വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. തക്കാളിക്ക് അത് നമ്മൾ ഇത് താങ്ങൊന്നും കൊടുക്കാത്തത് കൊണ്ട് ഇങ്ങനെ താഴോട്ട് തന്നെ പടർന്ന് കിടക്കുകയാണ്. ഇനിയിപ്പോൾ മീനിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകും. ഇത് എന്ന് പറയുന്നത് മെറ്റൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെറ്റലിൻ്റെ ഒരു സംവിധാനമാണ് യൂസ് ചെയ്തത്. മണ്ണില്ലാതെയാണ്, ശരിക്കും പറഞ്ഞാൽ മണ്ണില്ലാതെയാണ് ഇതിൻ്റെ ഒരു പച്ചക്കറി വളരുന്നത് എന്നുള്ളത് ആണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വിഷമില്ലാത്ത രീതിയിൽ വളരെ കുറഞ്ഞ സ്ഥലത്തും നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയും മീനുകളാണ് ഈ കാണുന്നത്. ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് മീനായി ഇപ്പോൾ ഇട്ടിട്ടുള്ളൂ. എന്നാലും നമുക്ക് സിലോപ്പിയ, അതുപോലെ ഗൗരാമി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൗരാമി ഏകദേശം ഒരു വർഷത്തോളം പ്രായമായ ഗൗരാമിയാണ് ഇത്. ഗൗരാമിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് വളരെ കട്ടിയുള്ള മാംസത്തിൻ്റെ ഉടമയാണ് ഗൗരാമി എന്ന് പറയുന്നത്. ഏകദേശം ഇതിപ്പോൾ ഒരു 1.5 കിലോയ്ക്ക് അടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഉണ്ടാവും. പിന്നെ ഉള്ളത് വാളയുണ്ട്. വാള, പിന്നെ അതുപോലെ സിലോപ്പിയ, തുടങ്ങിയ മത്സ്യങ്ങളാണ് നമുക്ക് ഉള്ളത്. നമുക്കിപ്പോൾ വിഷമില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം മത്സ്യത്തെയും അതുപോലെ നമുക്ക് റെഡിയാക്കി നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ വളരെ കുറഞ്ഞ സ്ഥലത്തും അക്വാപോണിക് സിസ്റ്റം ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് 1000 ലിറ്ററിൻ്റെ കെമിക്കൽ വരുന്ന ടാങ്കാണ്. അത്
നമ്മൾ സെറ്റ് ചെയ്ത് ഒരു അക്വാപോണിക് സിസ്റ്റത്തിലേക്ക് അതിനെ എത്തിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് ഏകദേശം ഒരു 700 ലിറ്ററോളം വെള്ളം നമുക്ക് നിറയ്ക്കുവാൻ സാധിക്കും. ഇതിൽ ഈ 700 ലിറ്റർ വെള്ളത്തിന് ഈ ടാങ്കിനകത്തുനിന്ന് ഏകദേശം നമുക്കൊരു 40 കിലോയോളം മത്സ്യത്തെ നമുക്ക് പിടിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. കൂടുതലും ഗൗരാമിയെ പോലുള്ള മത്സ്യങ്ങളെ ഇട്ട് കഴിഞ്ഞാൽ വളർച്ച വളരെ പതുക്കെയാണ്. അതേസമയം നമുക്ക് വാള, അതുപോലെ സിലോപ്പിയ തുടങ്ങിയ സാധനങ്ങളെ തുടങ്ങിയ മീനുകളെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 6 മാസം കൊണ്ട് വിളവെടുക്കുവാൻ സാധിക്കും. 40 വാട്ട്സിൻ്റെ ഒരു അക്വേറിയം പമ്പാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത എൻ്റെ വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് ഒരു അക്വാപോണിക് സിസ്റ്റം നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്. അതുപോലെ പലതരത്തിലുള്ള പച്ചക്കറികൾ, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളല്ലാത്ത എല്ലാ തരത്തിലുള്ള പച്ചക്കറികൾ, കിഴങ്ങ് വർഗ്ഗങ്ങളല്ലാത്ത എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ വീട്ടിൽ മീനും പച്ചക്കറിയും എന്നുള്ളൊരു സിസ്റ്റം തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിന് താഴെയുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റാ.